നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിന് ഒരു നല്ല ജീവിതം വേണമെന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സഞ്ജുവാണ്. എനിക്കത് നന്നായിട്ട് അറിയാം. ലച്ചുവിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് സഞ്ജുവിന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, പലരും അതിന് തടസ്സം നിൽക്കാം. ഇപ്പോ സ്വാതിയുടെ പുതിയ നീക്കം തന്നെ പേടിപ്പെടുത്തുന്നതാണ്. സ്വാതിയും കവിത ചേച്ചിയും നീങ്ങുന്നത് രണ്ട് വഴിയിലൂടെയാണെങ്കിലും അവരുടെ രണ്ടാളുടെ ലക്ഷ്യം ഒന്നാ, അത് ലച്ചുവ. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് ലച്ചുവിന് ആവശ്യമാണ്. അക്കാര്യം ഇടയ്ക്ക് പലപ്പോഴും സഞ്ജു എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം ലച്ചുവിനോട് ഒരിക്കൽ പറഞ്ഞതാ. എന്റെ മനസ്സിൽ ഇപ്പോഴും ലച്ചുവിനോടുള്ള ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ട്. ലച്ചുവിനും സമ്മതമാണെങ്കിൽ ലച്ചുവിന് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം കൂടിയാവും. ലച്ചു വെറുതെ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിച്ചു വെക്കുന്ന എന്തിനാ? ലച്ചു ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ കവിത ചേച്ചിക്കോ സ്വാതിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിക്കാൻ താല്പര്യം പിന്നെ അവർക്കും ഉണ്ടാവില്ല. അപ്പോൾ രക്ഷപ്പെടുന്നത് ലച്ചു മാത്രമല്ല, സഞ്ജു കൂടിയാ. ലച്ചു ഉചിതമായൊരു തീരുമാനം എടുക്കണമെന്ന് അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടറും അദ്ദേഹമെല്ലാം എന്നോട് കാട്ടുന്ന കാരണത്തിന് എനിക്ക് നിങ്ങൾ രണ്ടാളോടും വലിയ കടപ്പാടാ ഉള്ളത്. പക്ഷെ എനിക്കിപ്പോ വിവാഹമല്ല പ്രധാനം. എനിക്ക് ഇനിയും പഠിക്കണം. അതിനെന്താ വഴി? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി എനിക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാവും? ആ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ആശങ്ക എന്തിനാ? അങ്ങനെ പഠിക്കാനുള്ള ലച്ചുവിന് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷേ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എങ്ങനെയാ അത്? അതൊന്നും സാരമില്ലെന്നേ. കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. താൻ ടെൻഷൻ അടിക്കാതെ. പക്ഷേ എല്ലാം എങ്ങനെ, ഏത് രീതിയിൽ വേണം? ആകെ കൺഫ്യൂഷനിലാ ഞാൻ. അതിനല്ലേ ഞാനുള്ളേ. ഈ കാര്യത്തിൽ ലച്ചുവിനെ ഞാൻ സഹായിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കും. പ്രശ്നം ഗുരുതരമാണ് മോനെ. തങ്കച്ചിയെ കയ്യിലെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. കുറച്ച് കാശ് നമുക്ക് കളയാം. ദല്ലാളല്ലേ, വീഴും. അവര് പോയോ? ഞാനൊന്ന് നോക്കട്ടെ. ദിനേശേട്ടാ വേണ്ട, ഇപ്പൊ മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മുമ്പ് വന്ന ഡിക്റ്റേറ്റീവിനെ പോലെയല്ല ആ സ്ത്രീ. ചേച്ചി 5 ലക്ഷം രൂപയാ അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം രൂപയോ? എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. നിങ്ങൾ ഇനി ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നിവിടെ പിടിച്ചു നിർത്തല്ലേ. എന്നെ പോവാൻ അനുവദിക്ക്. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ വന്നതല്ലേ അമ്മു. നമുക്കൊരു വഴി കാണാം. വഴി കാണുമ്പോഴേക്കും ചേച്ചി എല്ലാം അറിഞ്ഞോളും. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാം. ഇപ്പോഴും എനിക്ക് അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. ദക്ഷയുടെ ഔദാര്യത്തിലോ? അത് വേണ്ട. എനിക്കിനി ആരോട് അനുവാദം ചോദിച്ചു നിൽക്കാനാവില്ല. ലച്ചു, നീ ഇവിടുന്ന് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇപ്പൊ റൂമിലേക്ക് പോ.
5 ലക്ഷം രൂപ സ്വാതി ഓഫർ ചെയ്തെങ്കിൽ അവളുടെ മനസ്സിൽ കവിത അപ്പച്ചി വീഴ്ത്തിയ സംശയത്തിന്റെ പുകമറ നീക്കാൻ വേണ്ടിയാ അമ്മുവിന്റെ ഭർത്താവ് ഞാൻ തന്നെയാണോ എന്നറിയാൻ. അല്ല, ഇതാരാ പുതിയൊരു അവതാരം? ഇപ്പൊ ഇത് ആരെ കാണാൻ വന്നത്? ഹലോ, എക്സ്ക്യൂസ് മീ. ഇതാരാണെന്ന് അറിയുന്നില്ല. ആ സ്ത്രീയുടെ മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. എന്താ അമ്മ അവരുടെ പേര് പറഞ്ഞത്? തങ്കച്ചി. സ്വാതിക്ക് എങ്ങനെയാ സ്ത്രീയെ കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. വിവാഹത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. വിവാഹദല്ലാളാവുമ്പോ ഒട്ടുമിക്ക നാടുമായും പരിചയം ഉണ്ടാവും. അതുതന്നെയാ ശ്രീകുട്ടി ആ റൂട്ട് പിടിച്ചത്. ഒരു ഡിറ്റക്റ്റീവ് കഴിഞ്ഞ് ബ്രോക്കറായി. നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ആരായിരിക്കും? ഇപ്പൊ ആ സ്ത്രീ എന്തിനാ ശ്രീകുട്ടിയെ കാണാൻ വന്നതെന്ന് വ്യക്തമായി. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ ശ്രീകുട്ടി ഇറക്കിയ പുതിയ അവതാരം. പോണേ? ഇതുവരെ പറഞ്ഞില്ലല്ലോ. എവിടേക്കാ നമ്മൾ പോകുന്നതെന്നൊന്ന് പറ ഡോക്ടറെ. എന്താ ഡോക്ടർ ഒന്നും മിണ്ടാത്തെ? എന്തായാലും ലച്ചുവിന് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സ്ഥലത്തേക്കാ നമ്മൾ പോകുന്നത്. അതെവിടെയാ? നമ്മൾ അവിടേക്ക് പോവല്ലേ, അപ്പൊ അറിയാലോ. എന്നാലും എവിടേക്കാന്നറിയാതെ. എന്താ എന്നോടൊപ്പം വരാൻ ലച്ചുവിന് വിശ്വാസമില്ലേ? അയ്യോ, എനിക്ക് ഡോക്ടറെ ശരിക്കും വിശ്വാസം. എന്നാ വന്നോ, നമുക്ക് അവിടേക്ക് പോയേക്കാം. വാ ലച്ചു, സമയം വൈകും, പോവാം, വാ. എന്നാലും എനിക്ക് സന്തോഷമുള്ള സ്ഥലം എന്ന് പറയുമ്പോ എവിടേക്കാ ഡോക്ടറിനെ കൊണ്ടുപോകുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.